PV അൻവർ MLA കഴിഞ്ഞ 2 ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം പൊതുമണ്ഡലം ചർച്ച ചെയ്തത് മുഴുവൻ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ADGP MR അജിത് കുമാറിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ തൊടുത്തുവിട്ട ശേഷം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കാണാനെത്തുകയാണ് PV അൻവർ. ആദ്യ ദിവസത്തെ ആരോപണങ്ങളിൽ വലിയ ആലോചന, ചർച്ച. അത് എന്തുകൊണ്ട് അൻവർ ഇത്തരമൊരു നിലപാടെടുക്കുന്നു? അത് പാർട്ടിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അത് പാർട്ടി വിരുദ്ധമല്ലേ എന്നുള്ള സംശയമൊക്കെയാണ് ആദ്യം ഉയർന്നതെങ്കിൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മലപ്പുറം പ്രസ് ക്ലബ് എത്തിയപ്പോൾ കൂടുതൽ വ്യക്തത വന്നു. അതിൽ ഉറപ്പായും പാർട്ടി നേതൃത്വത്തിന്റെ ഒരു അറിവുണ്ട് എന്നുള്ള സൂചന അതിൽ നിന്നും വ്യക്തമാവുകയായിരുന്നു. അൻവർ ഒറ്റയ്ക്കല്ല എന്നുള്ളതിൽ ഒരു സൂചനയുണ്ടായിരുന്നു. വിനോദ്, ഈ PV അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രി കാണുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ ഇത് അൻവറിന്റെ ഒരു ഒറ്റയാനും ചിന്തയിലുള്ള കാര്യങ്ങളല്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം, ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മിനിങ്ങാന്നാണ് നമ്മൾക്ക് സംശയം തോന്നിയത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുക്കുന്നു, ഇത്തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെ. ഇന്നലെ പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരൊന്നും സംസാരിച്ചുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അൻവറിന്റെ ഈ കൂടിക്കാഴ്ച അത് എത്രത്തോളം ശ്രദ്ധേയമാണ് വിനോദ്? മുഖ്യമന്ത്രി ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണല്ലോ അതിലൊരു ചോദ്യം. എൽദോ, ഈ അൻവർ തുറന്നുവിട്ട ഭൂതം അത് ചെറുതല്ല. CPM-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. വലിയ പ്രതിരോധത്തിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തുന്നു. അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, കൊലപാതകത്തിൽ പോലും പങ്ക്, മാഫിയ സംഘങ്ങളുമായി, മയക്കുമരുന്ന് സംഘങ്ങളുമായൊക്കെയുള്ള ബന്ധം, ഇതെല്ലാം തന്നെ അൻവർ തുറന്നു പറയുമ്പോൾ അതിനെ വിലക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നേതൃത്വം പോകുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അൻവർ വാർത്താസമ്മേളനം നടത്തുന്നതിന് മുൻപ് തന്നെ മലപ്പുറം CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകരുതെന്ന ഒരു സന്ദേശം നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ചെയ്തത്. പിടിച്ചു കുലുക്കുന്ന തരത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലാണ് അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. P ശശി പരാജയമാണെന്ന് പറയുന്നു. MR അജിത് കുമാറുമായി ചേർന്നാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്. MR അജിത് കുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള വസ്തുതകൾ പറയുന്നുണ്ട്. MR അജിത് കുമാർ ഇപ്പോൾ വെക്കുന്ന കവടിയാറിൽ വെക്കുന്ന ബംഗ്ലാവ് പോലെ അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരം പോലത്തെ വീട് നിർമ്മിക്കുന്നു, അതിൻ്റെ രേഖകൾ പുറത്തുവിടുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ലോ ആൻഡ് ഓർഡർ ADGP-ക്കെതിരെ പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണമായി മാറുകയാണ്. മുഖ്യമന്ത്രിയെ വാക്കുകൾ കൊണ്ട് അൻവർ സംരക്ഷിക്കുന്നുവെങ്കിലും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് ചെന്ന് നിറയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ മേലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യം ഏറെയുള്ളതും. മുഖ്യമന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമാണ്. അൻവറിനെ പിണക്കുന്നില്ല, അതേസമയം അജിത് കുമാറിനെയും P ശശിയെയും തള്ളിക്കളയുന്നില്ല. രണ്ട് കൂട്ടരെയും പിണക്കാതുള്ള ഒരു നീക്കത്തിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. ഒരു അനുരഞ്ജനത്തിൻ്റെ പാത ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും വലിയൊരു രാഷ്ട്രീയ ദിനമാണ് ഇന്ന് കടന്നു പോകുന്നത്. കാരണം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുമോ, അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താതെ ഈ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി സഹകരിച്ച്, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിൽ തൃപ്തനായി കൂടുതൽ വെളിപ്പെടുത്തലിലേക്ക് പോകാതെ അദ്ദേഹം സംയമനം പാലിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. DGP-യാണ് ഈ 5-അംഗ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ADGP-ക്കെതിരെയും അതോടൊപ്പം തന്നെ സുജിത് ദാസിനെതിരെയുമുള്ള അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ 5-അംഗ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നു. DGP-യാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇനി DGP-യും അജിത് കുമാറുമായുള്ള ബന്ധം പരിശോധിച്ചാൽ അത് അത്ര ഊഷ്മളമല്ല. കാരണം സൂപ്പർ DGP MR അജിത് കുമാർ ചമയുന്നു എന്ന ആരോപണം DGP-ക്കുണ്ട്, DGP-യുടെ ഓഫീസിനുണ്ട്. നേരത്തെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇറക്കുന്നത് അല്ലെങ്കിൽ സർക്കുലറുകൾ ഇറക്കുന്നത് പോലീസ് ആസ്ഥാനമാണ് എന്ന നിലയ്ക്ക് ഒരു ഉത്തരവ് പോലും വന്നിരുന്നു. കാരണം DGP-യെ ഓവർറൂൾ ചെയ്ത് ADGP ചില ഉത്തരവുകൾ ഇറക്കുന്നു, അല്ലെങ്കിൽ DGP-യുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹം സ്ഥലത്തില്ലാത്തപ്പോഴോ മറ്റോ അദ്ദേഹവുമായോ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായോ കൂടുതൽ കൂടിയാലോചനകളില്ലാതെ പോലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉത്തരവുകൾ ADGP ഇറക്കുന്നു. ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ DGP-ക്ക് നീരസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അന്വേഷണം വരുമ്പോൾ DGP തന്നെ അതിന് മേൽനോട്ടം വഹിക്കും. തൊട്ടടുത്ത ഉദ്യോഗസ്ഥനായുള്ളത് IG സ്പർജൻ കുമാറാണ്. അത് ADGP-ക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ്. പിന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ക്രൈം ബ്രാഞ്ചിൻ്റെയും SP-മാർ ഈ സംഘത്തിലുണ്ട്. ഇവരെല്ലാം തന്നെ ADGP-ക്ക് താഴെയുള്ള ആളുകളാണ്. അദ്ദേഹത്തിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ആ തരത്തിലുള്ള ആരോപണങ്ങൾ വരും. താഴെ റാങ്കിലുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ എങ്ങനെയാണ് സത്യം വെളിച്ചത്ത് വരിക എന്ന
ചോദ്യമുണ്ടാകും. ആ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ടാകില്ലേ എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ DGP നേരിട്ട് ഈ കേസ് അന്വേഷിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 1 മാസം കാലാവധി നൽകിയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും. ഇതിൽ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പിടിക്കപ്പെടുന്ന സ്വർണം സൺഡാഫിൻ്റെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അത് ഈ സ്വർണമെല്ലാം തന്നെ ഇവർ പങ്കിട്ടെടുത്തു എന്ന മറ്റൊരു ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കവടിയാറിൽ അജിത് കുമാർ നിർമ്മിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് ആരാണ്, ഇതിൻ്റെ നിർമ്മാതാക്കൾ, ഇതിനുള്ള പണം നേരിട്ട് നൽകുകയാണോ മറ്റാരെങ്കിലും നൽകുകയാണോ തുടങ്ങി കച്ചവടക്കാരുമായി വൻ വ്യവസായികളുമായി അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന PV അൻവറിൻ്റെ ആരോപണം ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ തിടുക്കത്തിലുള്ള ഒരു നടപടി, അതായത് സ്ഥാനചലനം പോലുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങിയില്ല. അതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. PV അൻവറിനെയോ അല്ലെങ്കിൽ MR അജിത് കുമാറിനെയോ പിണക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല മുഖ്യമന്ത്രി. അങ്ങനെ പിണക്കിയാൽ ഏത് ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അദ്ദേഹം ആ തരത്തിലുള്ള രാഷ്ട്രീയമായ ആക്രമണങ്ങളോ നേരിടാം. ഇവർക്ക് പലർക്കും മുഖ്യമന്ത്രിയുടെ പല രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവരെ സംരക്ഷിക്കുന്നത് എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്ന ഒരു നിർദ്ദേശവുമായി K. സുരേന്ദ്രൻ ഇതിനകം രംഗത്തെത്തുകയും ചെയ്തു. അതായത് വിവാദം ചൂട് പിടിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PV അൻവർ MR അജിത് കുമാർ തർക്കം തുടങ്ങുന്നത് ഒരു യൂട്യൂബ് ചാനലുമായി PV അൻവർ തുടങ്ങിയ തർക്കമാണ്, വാക്പോരാണ്. അവിടെ തെളിവുകൾ ഉണ്ടായിട്ടും ആ യൂട്യൂബ് ചാനൽ ഉടമയെ ജയിലിലടയ്ക്കാനുള്ള വകുപ്പുകൾ അതിൻ്റെ തെളിവുകൾ സഹിതം നൽകിയിട്ടും അജിത് കുമാർ അവിടെ 1.5 കോടി രൂപയ്ക്ക് സെറ്റിലാവുകയും 1 കോടി രൂപ ആ ഉടമയിൽ നിന്ന് വാങ്ങുകയും ഇനി ഒരു 50 ലക്ഷം രൂപയുടെ പേരിൽ അത് നൽകാമെന്ന് പറഞ്ഞ തുക വൈകുകയാണ്. അങ്ങനെ ഒരു ഡീലിലേക്ക് പോയി ഈ ഒരു തർക്കം വളർന്നാണ് മരമുറിയിലേക്കും സ്വർണ്ണക്കടത്തിലേക്കും അതോടൊപ്പം തന്നെ ലഹരി കടത്ത് സംഘങ്ങൾ ആയുള്ള ബന്ധം ADGPക്ക് ഉണ്ട് എന്ന നിലയ്ക്ക് ആരോപണങ്ങൾ വളർന്നു വരുന്നത്. CPMനെ സംബന്ധിച്ച് ഇത് തടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന സാഹചര്യമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സമ്മേളനങ്ങളിലും ഇത് ചർച്ചയാകും. പാർട്ടിയെ സംബന്ധിച്ച് ഇത് പ്രതിരോധിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാർട്ടി അണികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ പാർട്ടി സമ്മേളനങ്ങൾ കൂടി തുടങ്ങിയ സാഹചര്യത്തിൽ ഏത് നിലയ്ക്കാകും ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുക എന്നത് CPMനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ EP ജയരാജൻ സ്ഥാനമൊഴിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ CPM രാഷ്ട്രീയവുമായും ഇപ്പോഴത്തെ ഈ വിവാദങ്ങളെ കൂട്ടിക്കാണുന്നവരുണ്ട്, അതിനോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. ആ തരത്തിൽ ഒരു മറ്റൊരു ശാക്തിക ചേരിയുടെ പ്രവർത്തനം പ്രധാനപ്പെട്ട പോയിന്റാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ശാക്തിക ചേരിയുടെ പ്രവർത്തനമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. നമുക്ക്